പിണറായി വിജയൻ സൗമ്യനായിരുന്നു. തലശ്ശേരി കമ്മീഷണറായിരുന്ന അജിത് ഡോവലിൽ നിന്നും തല്ലുകൊണ്ട ശേഷം കർക്കശക്കാരനായെന്ന ഫിലിപ്പ് എം പ്രസാദ്. അജിത് ഡോവൽ തലശ്ശേരി കമ്മീഷണറായിരിക്കുമ്പോൾ പിണറായി വിജയനെ തല്ലിയതോടെയാണ് പിണറായി കർക്കശക്കാരനായതെന്ന മുൻകാല നക്സലേറ്റ് ഫിലിപ്പ് എം പ്രസാദിന്റെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. താൻ പിണറായിക്കൊപ്പം പ്രവർത്തിക്കുന്ന കാലത്ത് പിണറായി വളരെ മൃദുല സ്വഭാവക്കാരനായിരുന്നുവെന്നും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറുണ്ടെന്നും ഫിലിപ്പ് എം പ്രസാദ് ഓർമ്മിച്ചു. എന്നാൽ അജിത് ഡോവൽ തലശ്ശേരി കമ്മീഷണറായിരുന്ന കാലത്ത് പിണറായിയെ അടിച്ചതിന് ശേഷമാണ് പിണറായി കർക്കശക്കാരനായതെന്നും ഫിലിപ്പ് എം പ്രസാദ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്ന ഒരു ധാരണ പലർക്കുമുണ്ട്. പക്ഷേ ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും ദൈവവിശ്വാസികളാണെന്നും ഫിലിപ്പ് എം പ്രസാദ് പറഞ്ഞു. പിണറായി വിജയന്റെ വീടിന് മുന്നിലെ പോലീസ് ജീപ്പ് പ്രതികരണവുമായി മന്ത്രി രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട്. സുരക്ഷാ കമ്മിറ്റി വിഷയം പരിശോധിച്ച് തീരുമാനിക്കട്ടെ എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ സുരക്ഷയ്ക്കായി നിർത്തിയ പോലീസ് ജീപ്പ് സംബന്ധിച്ച് പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷാ കമ്മിറ്റി വിഷയം പരിശോധിച്ച് തീരുമാനിക്കും. പിണറായി വിജയന് Z+ സുരക്ഷ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലുള്ള ജീപ്പ് മാറ്റുന്ന കാര്യം സുരക്ഷാ സമിതി വിലയിരുത്തി തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മയിൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓണത്തിന് മുൻപ് തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ചെറുപുഴ പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തന്നാൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനും നവീകരിക്കും. എല്ലാ സ്റ്റേഷനും ഒരേ പെയിന്റ് അടിക്കും. 64 സ്റ്റേഷനുകൾ ഒഴിച്ച് ബാക്കി സ്റ്റേഷനുകളിലെല്ലാം SI-മാർക്ക് വീണ്ടും ചുമതല നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തോടുകൂടി പുതിയൊരു മുഖം പോലീസിനുണ്ടാകും. ഏതായാലും പിണറായി വിജയന് പല വിഷയങ്ങളിലും ചോദ്യങ്ങൾ തുടരുക തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ചോദ്യങ്ങളുമായി CPI-യും മറുപടിയുമായി പിണറായിയും രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിൽ CPI-യിലെ പോര് കനക്കുമെന്ന് വ്യക്തം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകില്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ എന്ത് ചർച്ചയാണ് വേണ്ടതെന്ന് പിണറായി വിജയൻ ചോദിച്ചത് വലിയ ചോദ്യം തന്നെയാണ്. CPI പിണറായി കടന്നാക്രമിക്കുകയാണ്. ഇതോടെ പ്രശ്നത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഉപനേതൃസ്ഥാനം കിട്ടിയേ തീരൂ എന്ന് വ്യാഴാഴ്ച വ്യക്തമാക്കിയ CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കുള്ള മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നൽകിയത്. ഡൽഹിയിൽ CPI നേതൃയോഗങ്ങൾ നടക്കുമ്പോഴാണ് LDF-ലെ അവരുടെ പ്രധാന ആവശ്യം തള്ളുകയും അതിനുള്ള സമ്മർദ്ദത്തോട് അമർഷം പിണറായി രേഖപ്പെടുത്തുകയും ചെയ്തത്. CPM-നുണ്ടായ തിരിച്ചടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ നീക്കമാണിതെന്ന പാർട്ടിക്കുള്ളിലെ അമർഷമാണ് പിണറായിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്.